ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഇന്നത്തെ വീഡിയോ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ജസ്റ്റ് കൈൻഡ് ഓഫ് ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 ഇയറിന് മേലെയായി. പക്ഷേ ഇതുപോലൊരു വീഡിയോ, അതായത് എന്നെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതുപോലെ ഓൺ വോയിസ് വന്നിട്ട് പറയുന്ന വീഡിയോ ഒന്നും ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ എന്നെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടു നോക്കാം. നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു എന്താ പറയുക, ഒരു ധാരണ കിട്ടും ഞാൻ ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പം വീഡിയോക്ക് കിടക്കുന്നതിൻ്റെ മുന്നേ, നമ്മുടെ വ്ളോഗിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ല, പക്ഷെ ഞാൻ കറക്റ്റ് സംഭവങ്ങൾ എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേൾക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമൻറ്റിൽ കൂടെ അവിടെ ഇവിടെയൊക്കെ ഞാൻ കുറേ കമൻറ്റൊന്നും വരാറില്ല, ഞാൻ ജാടട്ട് പറയണല്ല, കുറേ കമൻറ്റൊന്നും വരാറില്ല. ഒരു 10-12 കമൻറ്റ്സ് കൂടിപ്പോയാലുണ്ടാവും. ഒരു 2-3 ദിവസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു 12 കമൻറ്റ്സൊക്കെ കൂടിപ്പോയാലുണ്ടാവും. അപ്പോൾ അതിനുള്ളിൽ അവിടെ ഇവിടെയൊക്കെ ഞാൻ കാണുന്നതാണ് ശരിക്കുള്ള പേരെന്താ, ഈ വ്ളോഗർ ഫാണ്ട് എന്താ, വിജിതാനോഗ് എന്താ, ഇതൊക്കെ ഞാൻ കാണുന്നതാണ്. അപ്പോൾ എൻ്റെ റിയൽ നെയിം, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എൻ്റെ റിയൽ നെയിം വിജിത നൗഗ തന്നെയാണ് കേട്ടോ. എൻ്റെ സർട്ടിഫിക്കറ്റ്സിലും അക്കാദമിക്സിലും ഒക്കെ എൻ്റെ പേര് വിജിത നൗഗ തന്നെയാണ്. ഉമ്മയും വാപ്പയും വെറൈറ്റി പിടിച്ചതാണ്, അറിയില്ല. എൻ്റെ അനിയത്തിക്കും ഇതുപോലത്തെ ഒരു കടുകട്ടി പേര് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ വ്ളോഗർ ഫണ്ട് എന്താണെന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. വ്ളോഗർ ഫണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയത്തി എന്നെ പല നിക്നെയിംസ് ഇട്ട് വിളിക്കാറുണ്ട്. അവൾക്ക് സ്നേഹം കൂടുമ്പോൾ പല നിക്നെയിംസ് ഇട്ട് വിളിക്കാറുണ്ട്. അതിലൊരു പേരാണ് ഈ ഫാണ്ട, പാണ്ട, അങ്ങനെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അവൾ ഒരു 2-3 വർഷമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവൾ അങ്ങനെ വിളിക്കാറുണ്ട്. അപ്പോൾ അവളുടെ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവളുടെ ഫോണിൽ എൻ്റെ കോൺടാക്റ്റ് സേവ് ചെയ്തിരുന്നത് വ്ളോഗർ ഫാണ്ടാന്ന് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു സംഭവം, വ്ളോഗർ ഫാണ്ട എന്നുള്ള ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ എനിക്കൊരു നിക് നെയിം പോലെ ഈ ഷോർട്സിൻ്റെ ഒക്കെ ഫീഡിലായിരിക്കും വ്ളോഗർ ഫാണ്ടാന്ന് കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എൻ്റെ അനിയത്തി വിളിക്കണ പേരാണ് ഫാണ്ട എന്നുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് വ്ളോഗർ ഫാണ്ട എന്നുള്ളത് എനിക്ക് തന്നെ അവൾ തന്നെ ഇട്ടതാട്ടോ ഈ വ്ളോഗർ ഫാണ്ട എന്നുള്ളത്. നല്ല ചൂടുണ്ട്. അപ്പോൾ അവൾ തന്നെ ഇട്ട പേരാണ്, അത് ഞാൻ യൂട്യൂബിലേക്ക് ജസ്റ്റ് ഒരു നിക് നെയിം പോലെ കൊടുത്തതാണ്. അതാണ് നമ്മുടെ പേര്, വിജിത നൗഗ തന്നെ കേട്ടോ. വിജിത നൗഗ എന്നുള്ളതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറബിക് നെയിം മീനിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൗഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയുണ്ടാവും. നൗഗ എന്നുള്ളത് വഞ്ചി, തോണി എന്നൊക്കെ പറയാറുണ്ട്. അറബിക് മീനിങ്ങിലേക്ക് വരുമ്പം കപ്പൽ എന്നൊക്കെയാണ് കേട്ടോ മീനിങ് വരുന്നത്. വഞ്ചി, തോണി ആയാലും കുഴപ്പമൊന്നുമില്ല. വിജിത എന്നുള്ളത് മലയാളം പേരിൻ്റെ മീനിങ് നോക്കുമ്പം വിജയിക്കുന്നവൾ, അങ്ങനത്തെ ഒരു മീനിങ്ങാണ് വരുന്നത്. പക്ഷേ അറബിക്കിൽ ഉറുദുവിലൊക്കെ നോക്കുമ്പോൾ ലൈറ്റ്, അങ്ങനെയൊക്കെ ഒരു അർത്ഥം വരുന്നുണ്ട്. അപ്പം ഇഷ്ടമുള്ള അർത്ഥം നമുക്ക് എടുക്കാം, മോശമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ പേര് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനാണ് എൻ്റെ വയസ്സ്. കണ്ട പ്രായം പറയില്ലെങ്കിലും അത്യാവശ്യം നല്ല പ്രായമുണ്ട്. എനിക്ക് 23 വയസ്സായിട്ടോ. 23.25 എന്ന് വേണമെങ്കിൽ പറയാം. കാരണം June 2 എൻ്റെ ബർത്ത് ഡേറ്റ്. 2000 June 2 കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏപ്രിൽ കഴിയാറായി, മെയ് കഴിഞ്ഞാൽ June 2 എനിക്ക് 24 വയസ്സാവും. അപ്പോൾ 23.25 കേട്ടോ എൻ്റെ വയസ്സ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനാണ് എൻ്റെ പ്ലേസ് എവിടെയാണെന്നുള്ളത്. എൻ്റെ വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിലാണ്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും പൊന്നാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ പേർക്കൊക്കെ അറിയാറുണ്ട്. പൊന്നാനിയിലാണ് എൻ്റെ വീടുള്ളത്. അപ്പോൾ എൻ്റെ പ്ലേസ് വന്നിട്ട് പൊന്നാനിയാണ് കേട്ടോ. പൊന്നാനിയിൽ തന്നെ തൃക്കാവ് MLA റോഡാണ് എൻ്റെ കറക്റ്റ് പ്ലേസ് ഇരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ ഫാമിലിയാണ്. ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഫാമിലിയിൽ ഞാൻ കണ്ണിങ്ങനെ ആക്കി സംസാരിക്കുമ്പോഴേ ഇൻസ്റ്റയിൽ മറ്റേ പുള്ളിക്കാരനില്ലേ രാജൻ എന്ന് പറഞ്ഞിട്ട് ബർത്ത്ഡേ വിഷൊക്കെ വന്ന് പറയണം, ആ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നത് കണ്ണിങ്ങനെ ആകുമ്പോൾ കേട്ടോ. എന്താണ്, അപ്പോൾ എൻ്റെ ഫാമിലിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് ഉമ്മ, ഉപ്പ, അനിയത്തി, പിന്നെ എനിക്കൊരു മോനും കൂടി ഉണ്ട്. അവർക്കാണ് എൻ്റെ ഫാമിലിയിൽ, എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഉള്ളത്. ഉപ്പ ഫിഷർമാൻ ആട്ടോ, മീൻ കച്ചവടമാണ് വാപ്പച്ചിക്ക്. ഇപ്പോൾ വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണ്. എന്താണെന്നൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും കേട്ടോ. വാപ്പച്ചിക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ ഉള്ളത് പറയാം. പിന്നെ ഉമ്മ ഹൗസ് വൈഫാണ്. പിന്നെ അനിയത്തി ഇപ്പോൾ ഡിഗ്രി 3rd ഇയർ, അവളുടെ ലാസ്റ്റ് എക്സാം ജസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ട് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ മോനുണ്ട്, മോന് 2.5 വയസ്സായി. അവരുടെയൊക്കെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ പേര് നോർമൽ പേരുകളാണ്. ഫാത്തിമ, ഉപ്പാൻ്റെ പേര് ഉസ്മാൻ എന്നാണ്. പിന്നെ അനിയത്തിൻ്റെ പേര് ജെറിൻ ഗന്ന എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല അനിയത്തിക്ക് ഒരു കടിച്ചാൽ പൊട്ടാത്ത പേരാണെന്നുള്ളത്. ജെറിൻ ഗന്ന, JARIN
GANNA. അതാണ് അനിയത്തിൻ്റെ പേര്. അവൾക്ക് അവളുടെ പേര് തെറ്റിച്ച് വായിക്കണേലും കലിപ്പ് വേറെ ഒന്നിനുമില്ല കേട്ടോ. അപ്പോൾ ജെറിൻ ഗന്ന അതാണ് അവളുടെ കറക്റ്റ് പേര്. പിന്നെ എൻ്റെ മോനാണ്. മോൻ്റെ പേര് മുഹമ്മദ് ഹെയ്ത്തം എന്നാണ്. ഹെയ്ത്തം എന്നുള്ളതിൻ്റെ മീനിങ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഹെയ്ത്തം എന്നുള്ളതിൻ്റെ മീനിങ് കറക്റ്റ് മീനിങ് പറയുകയാണെങ്കിൽ പരിന്തിൻ്റെ കുഞ്ഞ് അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. പക്ഷേ ഞാൻ പേരെടുത്തിട്ടുള്ളത് ഒമാൻ്റെ സുൽത്താൻ്റെ പേര് ഹെയ്ത്തം ബിൻ താരിഖ് എന്നാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഹെയ്ത്തം എന്നുള്ളത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഫാമിലി. റിഗാർഡിങ് മൈ ഫാമിലി പറയാനാണെങ്കിൽ നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. വീണ്ടും ഇങ്ങനെ വരുമ്പോൾ ആ ചേട്ടൻ ഓർമ്മ വരുന്നത്. ഓക്കെ, വലിയ എഡ്യൂക്കേഷനൊന്നുമില്ല. നമ്മൾ പ്ലസ് ടു ഗുസ്തിയൊക്കെ തന്നെയാണ്. പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിനാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ MBBS എൻട്രൻസിലെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ പഠിക്കുമല്ലോ, ആ ഒരു സംഭവത്തിനാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പോയ സെൻറ്റർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാനൊരു വർഷത്തോളം അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. കാരണം തന്നെ പിന്നെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ആ ഒരു ഫീൽഡ് വിടാം, അല്ലെങ്കിൽ ഇനി അത് വേണ്ട, കണ്ടിന്യൂ ചെയ്യേണ്ട എന്നുള്ളൊരു ഇതിലേക്കാണ് ഞാൻ എക്സാമൊക്കെ എഴുതിയത്. എക്സാമിൽ അത്യാവശ്യം നല്ല സ്കോറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ അപ്ലൈ ചെയ്യാനും ഒന്നിനൊന്നും നിന്നില്ല. എനിക്കൊരു ആ ഒരു ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്യാം, മെഡിക്കൽ ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനമായിരുന്നു എൻ്റെ. പിന്നെ നമ്മൾ ഈ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ വേറൊരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ വീട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യലും സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരലും വീട് പണി നടക്കുന്ന സമയത്ത് ഇവിടെ വന്ന് നിൽക്കലും ഒക്കെ ആയിട്ട് നമ്മളൊരു 1 ഇയർ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് എൻ്റെ കല്യാണം ശരിയാവുന്നതും കല്യാണം നടക്കുന്നതൊക്കെ. അതിന് ശേഷം പിന്നെ പെട്ടെന്ന് പ്രഗ്നൻ്റായി, പിന്നെ ബേബിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ ലൈഫ്, അതായത് എൻ്റെ പഠിത്തം റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ചെയ്യണത് BSc സൈക്കോളജി ആണ്. വീണ്ടും ഇത് വരുന്നുണ്ടല്ലോ. ഇപ്പം ഞാൻ ചെയ്യണത് BSc സൈക്കോളജി ആണ്. തൃശ്ശൂർ പെരുമ്പിലാവുള്ളൊരു കോളേജിലാട്ടോ ചെയ്യണത്. സെൽഫ് ഫിനാൻസിങ് കോളേജാണ്, പക്ഷേ കുഴപ്പമില്ല. എനിക്ക് വേറെ പല പ്രയോറിറ്റീസും ഉണ്ട്. നമ്മൾ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാന്നുള്ളതിനെക്കാട്ടിലും ആ ഒരു ബേസിക് ഡിഗ്രി എടുക്കണം, വിത്ത് മൈ ബേബിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് ആ സംഭവം കൂടി ചെയ്യണം. അതാണ് എൻ്റെ ആ ഒരു കോളേജിലേക്ക് പോകാനുള്ള റീസൺ. അപ്പോൾ അതാണ് എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. പിന്നെന്താ, എന്തിനാണ് യൂട്യൂബ് വീഡിയോസ് ചെയ്യണേ? എനിക്ക് വേറെ പണിയൊന്നുമില്ലേ വീട്ടിൽ? എനിക്ക് വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ടാണ് യൂട്യൂബ് വീഡിയോസ് ചെയ്യണത്. വീട്ടിൽ ഉമ്മച്ചി കുക്ക് ചെയ്യും, പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടാവുള്ളൂ, വീട് അടിച്ചൊരു തുടക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. എൻ്റെ മോൻ്റെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ടൈം എനിക്ക് ഫ്രീ ആണ്. ഞാൻ ക്ലാസ്സിന് പോയി തുടങ്ങണതിൻ്റെ മുന്നേട്ടാണ്. അപ്പോൾ ബോറടിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഒരു ടോപ്പിക് എടുത്തിട്ട് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് പഠിക്കാനും ആ കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആദ്യമൊക്കെ ഞാൻ ഇൻഫോർമേറ്റീവ് വീഡിയോസാണ് ചെയ്തു തരുന്നത്. അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ എഡിറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. കാരണം ഉണ്ടായി തുടങ്ങിയത് മുതൽ ഞാൻ വീഡിയോസ് എടുക്കാറുണ്ട്. കുഞ്ഞിലൊക്കെ ഉള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് നമ്മൾ സ്റ്റാറ്റസൊക്കെ വെക്കുമ്പം ആൾക്കാർ പറയാറുണ്ട് നന്നായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനായിരുന്നു. എൻ്റെ എഡിറ്റിങ് നല്ലതാണ്. പക്ഷേ യൂട്യൂബിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ എഡിറ്റിങ് അത്ര പോരാന്നുള്ളത്. പക്ഷേ ഡേ ബൈ ഡേ അത് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യനാണ്, എന്തിനാണ് ബ്രേക്ക് എടുക്കണത്? യൂട്യൂബിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് എടുത്ത് പോകാറുണ്ടല്ലോ. ഞാൻ വേണമെന്ന് വെച്ചിട്ട് ബ്രേക്ക് എടുക്കണമല്ല കേട്ടോ. യൂട്യൂബ് വീഡിയോസ് ഞാൻ ചെയ്യണത് എനിക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും ലൈക്ക് എൻ്റെ ടൈം പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോസ് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് കാര്യങ്ങൾ A to Z കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ അത് എനിക്ക് ഫ്രീ ടൈം ഉണ്ടാകുമ്പോഴേ അത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എന്താ പറയുക, വേറെ പല പ്രയോറിറ്റീസ്. ഇപ്പോൾ ക്ലാസ് തുടങ്ങിയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇൻറ്റേർണൽ എക്സാം, മോഡൽ എക്സാം, സെം എക്സാം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളെ മുന്നിൽ വരും. അപ്പം അത് കാരണം ബ്രേക്ക് എടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ മോന് വയ്യാണ്ടായി കഴിഞ്ഞാൽ അവന് കൂടുതൽ ടൈം നമ്മൾ കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പം അതൊക്കെയാണ് റീസൺസ് കേട്ടോ, ഇങ്ങനെ ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വലിയ ബ്രേക്ക് വരാൻ കാരണം നമ്മുടെ ലൈഫിൽ വേറെ പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ബ്രേക്ക് എടുക്കുന്നത് ഗായ്സ്. ലൈക്ക് എനിക്ക് മടിയൊന്നുമല്ല, ഞാനൊരു വീഡിയോ ചെയ്തിട്ടായിരുന്നു എന്തുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാത്തത് എന്നുള്ള മേജർ റീസൺ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ മടിയെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. മടിയുണ്ട്, ചില സമയത്ത് മടി പിടിച്ചിരിക്കാറുണ്ട്. ഇപ്പോൾ എനിക്കൊരു മോട്ടീവ് വന്നിട്ടുണ്ട്, വീഡിയോസ് ചെയ്യണം, എന്താ പറയുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യണം എന്നൊക്കെ ഉള്ളതൊരു മോട്ടീവ് വന്നിട്ടുണ്ട്. ഇതിന് എത്ര ദിവസം നിൽക്കുന്നൊന്നും അറിയില്ല. വന്ന ഒരു ഇതിൽ വന്നിരുന്നിട്ടാട്ടോ ഇപ്പോൾ ഈ പറയണത് ചെയ്യണതൊക്കെ. അപ്പോൾ അതൊക്കെയാണ് എന്നെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് മനസ്സിലായി എന്നാണ് തോന്നുന്നത്. ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക.
അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാനത് ആഡ് ചെയ്യാവുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് എന്നെക്കുറിച്ചിട്ടുള്ളത് റിഗാർഡിങ് മീ, ഹൂ ആം ഐ എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. എന്തിനാണ് ഞാൻ വീഡിയോസ് ചെയ്യണത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ചില ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ യൂട്യൂബിൽ നിന്ന് കോടികൾ ഉണ്ടാക്കണുണ്ട് എന്നാണ്. വിചാരിച്ചാൽ അവിടെ ഇരിക്കട്ടെ. ബേസിക്കായിട്ട് അറിയുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും. എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് പോലും ആയിട്ടില്ല. ലൈക്ക് 4000 വാച്ച് അവർ, 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിലാണ് യൂട്യൂബ് മോണിറ്റൈസേഷൻ ഇനേബിൾ ചെയ്യുള്ളൂ. അതൊന്നും ആയിട്ടില്ല. ഇല്ലാണ്ട് പിന്നെ കോടികൾ പോയിട്ട് പറയില്ല. വല്ല 1000 കിട്ടിയാൽ തന്നെ എനിക്ക് പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടാട്ടോ ഈ സംഭവം ഞാൻ ചെയ്യണത്. അല്ലാണ്ട് ഇതിക്കാണ്ട് ഇറങ്ങി ഞാനെൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും 10 വർഷത്തിനകത്തെ ഫേമസ് യൂട്യൂബറാണ് ഞാനെന്നുള്ളത്. വെറുതെ തമാശക്ക് നമുക്ക് അങ്ങനെ പലതും മാനിഫെസ്റ്റ് ചെയ്യാമല്ലോ. സംഭവിച്ചു കഴിഞ്ഞാൽ നല്ലത്, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് റിഗാർഡിങ് മീ. എനിക്ക് ഇഷ്ടമായി എന്നാണ് വിചാരിക്കണേ. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. നമുക്ക് ഇതുവരെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ വേറെ എന്തൊക്കെയൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു ഗൈസ്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യും. കോൺട്രവേഴ്സീസ് ബിഹൈൻഡ് മീ. എൻ്റെ ഹസ്ബൻഡ് എവിടെ എൻ്റെ ഹസ്ബൻഡ്? നെക്സ്റ്റ് വീഡിയോയിൽ ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ഉണ്ടായിരിക്കും. പിന്നെന്താ, എൻ്റെ വാപ്പച്ചിക്ക് എന്താ സംഭവിച്ചത്, അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ആൻസർ ചെയ്യും കേട്ടോ. ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വിളിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട്. പിന്നെ അത് പോയിട്ട് പണിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത വീഡിയോ എടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന വരെ ബൈ ബൈ.